അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കൈഫ ഹാലക്കും വശഖ്ബാറക്കും അസാക്കും തയ്യിബി. വീഡിയോയ്ക്ക് താഴെ വന്ന 3 സംശയങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ജോലി സ്ഥലത്ത് അവർക്ക് പറയേണ്ടി വരുന്ന ആവശ്യമായി വരുന്ന അല്ലെങ്കിൽ അത്യാവശ്യമായി വരുന്ന 3 കാര്യങ്ങളാണ് അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് അത് എന്താണ് എന്നും അതെങ്ങനെയാണ് അറബിയിൽ പറയാമെന്നുള്ളതൊന്നും തുടർന്ന് മനസ്സിലാക്കാം. മർഹബൻ ബിക്കും ഇലാ ഖനാതി തഅല്ലമൽ അറബിയ മഅ ഫൈസി. അപ്പോൾ ഒന്നാമത്തെ സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബക്കാല അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളൊക്കെ അവിടേക്ക് ഈ കുട്ടികൾ പെട്ടെന്ന് കയറി വരും. കുട്ടികൾ കയറി വന്നിട്ട് അതിങ്ങനെ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നടന്നിട്ട് ആരും കാണുന്നില്ല എന്ന് തോന്നുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് കുട്ടികൾ ഓടിപ്പോകും. ഓക്കെ, അപ്പോൾ കടക്കാർക്ക് അത് നഷ്ടമാണ്. ശരി, അപ്പോൾ ഇതിങ്ങനെ സ്ഥിരം ആകുന്ന സമയത്ത് കുട്ടികൾ ഒന്ന് നോക്കേണ്ടി വരും, കുട്ടികളോട് പറയേണ്ടി വരും. കുട്ടികൾ ആ വരുന്ന സമയത്ത് തന്നെ നോക്കിയിട്ട് കുട്ടികളോട് പുറത്തേക്ക് പോയിക്കോ എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് അറബിയിൽ പറയാമെന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? പിന്നെ ഒന്നാമത് ഇങ്ങനെ ചോദിക്കാം, തബ്ഗ തശ്തരി. ഓക്കെ, കുട്ടികൾ വരുന്ന കാര്യം സ്ഥിരം വരുന്ന കുട്ടികളാവുമല്ലോ, അപ്പോൾ അവരുടെ വരവ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പറയാം, തബ്ഗ തശ്തരി, നിനക്ക് വേണമെങ്കിൽ വാങ്ങിക്കോ, വല്ല ഇത്ലാ ബറ, ഇല്ലെങ്കിൽ പുറത്തേക്ക് പോയിക്കോ. ഓക്കെ, എന്താണോ എൻ്റെ ഉദ്ദേശം? എന്താണ് വേണം, നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങ്, ഇല്ലെങ്കിൽ എന്ത് ചെയ്തോ, പുറത്തേക്ക് പോയിക്കോ എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ? തബ്ഗ തശ്തരി, തബ്ഗ തശ്തരി എന്നാണ്. തബ്ഗ നിനക്ക് എന്തെങ്കിലും വേണോ, തശ്തരി വാങ്ങിക്കോ, വല്ല ഇല്ലെങ്കിൽ ഇത്ലാ ബറ, പുറത്തേക്ക് പോയിക്കോ എന്നുള്ളതാണ്. തബ്ഗ തശ്തരി വല്ല ഇത്ലാ ബറ. അപ്പോൾ പറയുന്ന ടോൺ അനുസരിച്ചാണ് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. തബ്ഗ തശ്തരി, നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തശ്തരി, തബ്ഗ തശ്തരി, എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് വാങ്ങാം, വല്ല ഇത്ലാ ബറ, ഇല്ലെങ്കിൽ പുറത്തേക്ക് പോയിക്കോ എന്നുള്ളതാണ്. അതേ സംഗതി തന്നെ വേറൊരു ടോണിൽ നമുക്ക് പറയാം. എന്ത്? തബ്ഗ തശ്തരി, തബ്ഗ തശ്തരി, ഒരു ചോദ്യ രൂപത്തിൽ. തബ്ഗ തശ്തരി, നീ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന രൂപത്തിൽ. ഓക്കെ, തബ്ഗ തശ്തരി, നീ എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, വല്ല ഇത്ലാ ബറ, വല്ല ഇല്ലെങ്കിൽ ഇത്ലാ ബറ, നീ പുറത്തേക്ക് പോയിക്കോ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ കുട്ടികളോട് പറയാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പിന്നെ തബ്ഗ ഐ തബ്ഗ ഐ ഷെയ്, എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാം. തബ്ഗ ഐ ഷെയ്, എന്തെങ്കിലും വേണോ? കാരണം പറഞ്ഞ പോലെ സ്ഥിരം വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ വരവ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ചോദിക്കാം. തബ്ഗ ഐ ഷെയ്, നിനക്ക് എന്തെങ്കിലും വേണോ, വല്ല ഇത്ലാ ബറ, അല്ലെങ്കിൽ പുറത്തേക്ക് പോയിക്കോ എന്നാണ്. തബ്ഗ ഐ ഷെയ്, എന്തെങ്കിലും വേണോ, നിനക്ക് എന്തെങ്കിലും വേണോ, വല്ല ഇത്ലാ ബറ, ഇല്ലെങ്കിൽ പുറത്തേക്ക് പോയിക്കോ, ഇവിടെ നിൽക്കണ്ട, പുറത്തേക്ക് പോയിക്കോ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. രണ്ടാമത്തെ സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അതിന് ഒന്ന് ആലോചിക്കുക നല്ലതാണ്. അതായത് പറയുന്നതിന് മുമ്പ് പറയുന്നത് എന്താണ് എന്ന്, അല്ലെങ്കിൽ പറയാൻ പോകുന്നത് എന്താണ് എന്ന് ഒന്ന് ആലോചിക്കുന്നത്, പലവട്ടം ആലോചിക്കുന്നത് നല്ലതാണ് എന്ന ഒരു ആശയം എങ്ങനെയാണ് അറബിയിൽ പറയാമെന്നുള്ളതാണ്. അപ്പോൾ 2 രൂപത്തിൽ നമുക്കത് എടുക്കാം. ഒന്നാമത്തേത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നതിന് മുമ്പ്, ആധികാരികമായിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അതിനെപ്പറ്റി ആദ്യം ഒന്ന് ആലോചിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, എന്തെങ്കിലും നമ്മൾ ആരോട് എന്തെങ്കിലും പറയുന്നതിന് മുൻപ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സംസാരം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയത്തെപ്പറ്റിയൊക്കെ സംസാരിക്കുക എന്ന രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തേത്, നമ്മൾ എന്തെങ്കിലും ആളുകളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നതിന് മുമ്പ്, ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് അതിന് മുമ്പ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്ന ആശയം. ഓക്കെ, 2 രൂപത്തിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, കുറച്ചൊക്കെ ഒന്ന് അറബി അറിയാവുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പിന്നെ ഞാനൊക്കെ ആദ്യം ചിന്തിച്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ലാസിം തഫക്കീർ ഗബൽ മാ തഖൂൽ എന്ന രൂപത്തിൽ. അതായത് ഈ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഓക്കെ, നീ എന്തായാലും ചിന്തിക്കണം, അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം എന്ന അർത്ഥത്തിലാണ് ഞാൻ ആദ്യം ഒന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതിനൊക്കെ നല്ലൊരു രൂപത്തിൽ പറഞ്ഞു തന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാജിഅ കലാമക് ഗബൽ മാ തതകല്ലം, ഗബൽ മാ തതകല്ലം, റാജിഅ കലാമക്, നിൻ്റെ സംസാരത്തെ നീ ഒന്ന് റിവ്യൂ ചെയ്യാം. ഈ നമ്മൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ അത് ട്രെയിനിങ് ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ഒരു റിവ്യൂ ചെയ്യുക എന്നുള്ളൊരു ടൈം ഉപയോഗിക്കാറുണ്ട്. ഒന്ന് നേരത്തെ ഒന്ന് പറഞ്ഞതോ പഠിച്ചതോ മനസ്സിലാക്കിയതോ കാര്യങ്ങൾ റിവ്യൂ ചെയ്യുക. ഈ എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുക എന്നൊക്കെ പറയും. ഓക്കെ, അല്ലെങ്കിൽ റിവിഷൻ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഒന്നുകൂടി ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കുക, ചിന്തിക്കുക എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ആ ഒരു ടൈമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റാജിഅ കലാമക്, നിൻ്റെ സംസാരത്തെ നീ ഒന്ന് മുറാജ നടത്തുക, ഒന്ന് റാജിഅ, നീ ഒന്നും കൂടി ഒന്ന് തിരിച്ചു പോയിട്ടൊന്ന് ആലോചിക്കുക
ഓക്കെ ഓക്കെ. അപ്പോൾ റാജിഅ കലാമക്, കലാം എന്ന് പറഞ്ഞാൽ സംസാരം. ഓക്കെ, കലാമക് എന്ന് പറഞ്ഞാൽ നിന്റെ സംസാരം. റാജിഅ കലാമക് ഖബൽ മാ തതകല്ലം, ഖബൽ മാ തതകല്ലം. ഓക്കെ, ഇവിടെ മാ എന്ന് പറഞ്ഞത് ഇല്ല എന്ന അർത്ഥത്തിലല്ല, നീ സംസാരിക്കുന്നതിന് എന്ന അർത്ഥത്തിലാണ്. തതകല്ലം എന്ന് പറഞ്ഞാൽ നീ സംസാരിക്കുന്നു എന്നാണ്. അപ്പോൾ മാ തതകല്ലം എന്ന് പറഞ്ഞാൽ നീ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നീ സംസാരിക്കുന്നതിനെ, ഗബൽ മുൻപ്. അപ്പം ഗബൽ മാ തതകല്ലം, നീ സംസാരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, റാജിഅ കലാമക്, നിൻ്റെ സംസാരത്തെ നീ ഒന്ന് റിവ്യൂ ചെയ്യുക എന്നാണ്. റാജിഅ കലാമക് ഗബൽ മാ തതകല്ലം. ഓക്കെ, ഇനി നീ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ്, ആളുകളോട് എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഈ രൂപത്തിൽ നീ ചെയ്യുക, ഒന്ന് ചിന്തിക്കുക എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ പറയാം. ഈ കലാം എന്നതിൻ്റെ അപ്പുറത്ത് നമ്മൾ പിന്നെ ഖൗൽ എന്ന വാക്ക് ഉപയോഗിക്കാം. ഖൗൽ എന്ന് പറഞ്ഞാൽ വാക്ക് എന്ന അർത്ഥമാണ്. ഓക്കെ, അല്ലെങ്കിൽ സംസാരം എന്ന അർത്ഥമാണ്. അപ്പോൾ എന്താണ്, റാജിഅ ഖൗലക് എന്ന് പറയാം, നിൻ്റെ സംസാരം അല്ലെങ്കിൽ നിൻ്റെ വാക്ക് നീ ഒന്ന് റിവ്യൂ ചെയ്യുക. ഖബൽ മാ തഖൂൽ. ഓക്കെ, ഖബൽ മാ തഖൂൽ, നീ പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നീ ആ പറയാൻ പോണ കാര്യം ഒന്ന് മുറാജഅ നടത്തുക, ഒന്ന് റിവ്യൂ ചെയ്യുക. റാജിഅ ഖൗലക് ഖബൽ മാ തഖൂൽ, നീ പറയുന്നതിന് മുമ്പ് ആ പറയുന്നത് എന്താണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് ആലോചിക്കുക. ഓക്കെ, റാജിഅ ഖൗലക് ഖബൽ മാ തഖൂൽ എന്ന് പറയാം. മറ്റേതോ റാജിഅ കലാമക് ഖബൽ മാ തതകല്ലം. ഓക്കെ, ഇനി അതല്ല, ഈ പറഞ്ഞ പോലെ സാധാരണ ഒരു വർത്തമാനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഖൗൽ എന്ന അർത്ഥത്തിൽ തന്നെ കലാം നമുക്ക് ഉപയോഗിക്കാം. അത് എങ്ങനെ തന്നെ, റാജിഅ കലാമക് ഖബൽ മാ തകല്ലം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഖബൽ മാ തകല്ലം. ഓക്കെ, തഖൂലിന് പകരം ഖബൽ മാ തകല്ലം. റാജിഅ കലാമക് ഖബൽ മാ തകല്ലം, നീ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക എന്നാണ്. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. റാജിഅ കലാമക് ഖബൽ മാ തകല്ലം. അപ്പോൾ ഖബൽ മാ തതകല്ലം, ഖബൽ മാ തഖൂൽ, ഖബൽ മാ തകല്ലം. ഓക്കെ, മൂന്നും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തതകല്ലം എന്ന് പറയുമ്പോൾ നമ്മളൊരു സബ്ജക്റ്റിനെ വേറെ ഒരു പ്രത്യേക ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. തഖൂൽ എന്നുള്ളതും തകല്ലം എന്നുള്ളതും ഏകദേശം ഒരേ അർത്ഥമാണ്. ഓക്കെ, നമ്മളിങ്ങനെ വർത്തമാനം പറയാ എന്നുള്ള അർത്ഥത്തിലാണ്. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും സാധനം കേടുവരുത്തിയാൽ അല്ലെങ്കിൽ അത് പൊട്ടിച്ചാൽ അതിൻ്റെ പൈസ നീ തരേണ്ടി വരും എന്ന് ഒരു കസ്റ്റമറോടോ അല്ലെങ്കിൽ ആരോടായാലും എങ്ങനെ പറയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കേടുവരുത്തുക അല്ലെങ്കിൽ പൊട്ടിക്കുക എന്നുള്ളതിനുള്ള വാക്കാണ് വേണ്ടത്. ഇപ്പോൾ ഈ കേട് വരുത്തുക എന്നുള്ളത് നമുക്ക് ഹർബാൻ എന്നുള്ളൊരു വാക്കറിയാം അല്ലെ. എന്ത് സാധനവും ഇത് ഹദ ഹർബാൻ എന്ന് പറയാറുണ്ട്. അത് ഫുഡ് ഐറ്റം ആയാലും എന്ത് സാധനം ആയാലും അത് കേടുവന്ന സാധനമാണെന്ന് പറയാൻ എന്താ പറയുക, ഹാദ ഹർബാൻ. അപ്പോൾ അതിൻ്റെ ക്രിയാരൂപം നമുക്ക് എടുക്കാം. അതിന് ഹർറബ എന്നാണ് പറയുക. ഹർറബ, ഹ എന്ന വാക്കാണ്. ഹർറബ എന്ന് പറഞ്ഞാൽ കേടുവരുത്തി എന്നാണ്. ഹർറബ. ഓക്കെ, നീ കേടുവരുത്തി എന്ന് പറയാൻ എന്താണ്, ഹർറബ്ത് എന്നാ പറയാ. ഹർറബ്ത്, നീ കേടുവരുത്തിയാൽ. അപ്പം എങ്ങനെ, ഇദാ ഹർറബ്ത്, നീ കേടുവരുത്തിയാൽ എന്നുള്ളതിന് ഇദാ ഹർറബ്ത്. ഓക്കെ, ഇനി നീ അത് കേടുവരുത്തിയാൽ, അത് കേടുവരുത്തിയാൽ, എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ, അത് കേടുവരുത്തിയാൽ എന്ന് പറയാൻ എന്താണ്, ഇദാ ഹർറബ്ത. ഇദാ ഹർറബ്ത, ഒരു ഹ് അവിടെ ലാസ്റ്റ് ചേർക്കുക. ഇദാ ഹർറബ്ത, നീ അത് കേടുവരുത്തിയാൽ എന്നായി. നീ അത് കേടുവരുത്തിയാൽ. ഇനി അത് പൊട്ടിച്ചാൽ എന്ന അർത്ഥത്തിന് എങ്ങനെയാണ്, പൊട്ടിച്ചു എന്നുള്ളതിന് കെസ്സർ എന്നാണ് പറയുക. കെസ്സർ, കെസ്സറ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു. സംസാരിക്കുമ്പോൾ കെസ്സർ എന്നാ പറയാ. കെസ്സർ. ഓക്കെ, നീ പൊട്ടിച്ചു എന്നുള്ളതിനോ കെസ്സർത്ത് എന്നാണ് പറയാ. കെസ്സർത്ത്. ഓക്കെ, ഇതാ കെസ്സർത്ത് എന്ന് പറഞ്ഞാൽ നീ പൊട്ടിച്ചാൽ. ഇനി നീ അത് പൊട്ടിച്ചാൽ എന്നുള്ളതിന് അവസാനം ഒരു ഹ് അല്ലെ. ഇതാ കെസ്സർത്ത, ഇതാ കെസ്സർത്ത, നീ അത് പൊട്ടിച്ചാൽ. അപ്പോൾ ഇതാ ഹറബ്ത എന്ന് പറഞ്ഞാൽ നീ അത് കേടുവരുത്തിയാൽ. ഇതാ കെസ്സർത്ത എന്ന് പറഞ്ഞാൽ നീ അത് പൊട്ടിച്ചാൽ എന്നായി. എന്താണ്, നീ അതിൻ്റെ വില തരേണ്ടി വരും, അതിൻ്റെ പൈസ തരേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ പൈസ എന്നുള്ളതിന് ഫുലൂസ് എന്ന വാക്കല്ല ഉപയോഗിക്കാൻ നല്ലത്, സമൻ എന്ന വാക്കാണ്. സമൻ. ഓക്കെ, സമൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വാല്യൂ. ഓക്കെ, അതിൻ്റെ ഒരു പ്രൈസ്, അതിൻ്റെ ഒരു മൂല്യം നീ തരേണ്ടി വരും എന്നർത്ഥത്തിലാണ്. അപ്പോൾ അത് തരണം എന്നർത്ഥത്തിൽ, അതായത് പൈസ ആയതുകൊണ്ട്, മൂല്യം ആയതുകൊണ്ട് അത് നൽകണം എന്നർത്ഥത്തിൽ ദഫ എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുക. ദഫ എന്ന് പറഞ്ഞാൽ പേ ചെയ്തു എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്, പൈസ കൊടുത്തു എന്നുള്ളതിന്. അപ്പം നീ കൊടുക്കണം എന്നുള്ളതിന് തദ്ഫ എന്നാണ് പറയുക. തദ്ഫ സമൻ എന്ന വാക്കിനോടൊപ്പം അതിൻ്റെ പിന്നെ സമൻ, അതിൻ്റെ വാല്യൂ, അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം കൊടുക്കണം എന്നുള്ളതിന് അവിടെയും ഹ് എന്ന ഒരു പ്രോനൗൺ, ഒരു അക്ഷരം അവിടെ ചേർക്കുകയാണ്. സമന, തദ്ഫ സമന, തദ്ഫ സമന. ഇനി അത് ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കാം.
ഇദാ ഖറബ്ത തദ്ഫഅ സമനഹ്. ഇദാ ഖറബ്ത തദ്ഫഅ സമനഹ്. നീ അത് കേടുവരുത്തിയ അതിൻ്റെ സമൻ, അതിൻ്റെ പിന്നെ മൂല്യം നീ കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ പൈസ നീ കൊടുക്കണം എന്നർത്ഥത്തിലാണ്. ഇനി ഇദാ കസ്സർത തദ്ഫഅ സമനഹ്, നീ അത് പൊട്ടിച്ചാൽ അതിൻ്റെ പൈസ നീ കൊടുക്കേണ്ടി വരും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇദാ ഖറബ്ത തദ്ഫഅ സമനഹ്, ഇദാ കസ്സർത തദ്ഫഅ സമനഹ്, നീ അത് കേടുവരുത്തിയാൽ അല്ലെങ്കിൽ നീ അത് പൊട്ടിച്ചാൽ അതിൻ്റെ പൈസ എന്ത് ചെയ്യുക, നീ കൊടുക്കേണ്ടി വരും എന്നാണ്. അപ്പോൾ ആ 3 വാചകങ്ങൾ അറബിയിൽ എങ്ങനെ പറയാ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കുക. ഒരുപാട് വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്, ഇന്ന ടോപ്പിക്കിൽ വീഡിയോ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് ടോപ്പിക്കുകൾ അതെല്ലാം പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം പിന്നെ ഒക്കെ എനിക്ക് ആവശ്യമുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാ ടോപ്പിക്കിലും കിടക്കാൻ പ്രയാസമുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. തുടർന്ന് പിന്നെ ഈ വീഡിയോയിലൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മഅസ്സലാമ.